ഒരു രഹസ്യം നമ്മൾ ആരോട് പറയും? ഏറ്റവും അടുപ്പമുള്ള ഒരാളോട്. ഏറ്റവും അടുത്തുള്ളതും നമ്മുടെ പ്രിയനും നമ്മുടെ പ്രിയപ്പെട്ടതും നമ്മുടെ വിശ്വാസവും മറ്റാരോടും പറയില്ല. അവനത് ഉൾക്കൊള്ളും, എന്നെ വിശ്വസിക്കും എന്നുള്ള ഒരാളിനോട് മാത്രമാണ്, അവൻ മനസ്സിലാക്കും എന്നൊരാളിനോട് മാത്രമാണ് രഹസ്യം പറയുന്നത്. ഇത് വളരെ ഗൂഢമായ രഹസ്യമാണ്. ഇതം ഗുഹ്യതമം ശാസ്ത്രം. ഇത് വളരെ ഗൂഢമായ ഒരു ശാസ്ത്രമാണ്, രഹസ്യമാണ്. അപ്പൊ ഈ രഹസ്യം ഭഗവാനെ അടുത്ത് അറിയാൻ ആഗ്രഹമുള്ളവർക്കോ ഭഗവാനോട് പ്രേമമുള്ളവർക്കോ ദിവ്യ പ്രേമമുള്ളവർക്കോ ഭഗവാനെ വിശ്വസിക്കുന്നവർക്കോ മാത്രമേ പഠിക്കാൻ അവസരം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത്തരം ക്ലാസ്സുകളില് ആൾക്കാർ അവർക്ക് അതിനുള്ള സമയമായിട്ടില്ല, അവർക്ക് യഥാർത്ഥമായ ജ്ഞാനം അറിയാനുള്ള ഭാഗ്യം അവർക്ക് അതുവരെ സിദ്ധിച്ചിട്ടില്ല. അത്രയും ചിന്തിച്ചാൽ മതി. കാരണം അവര് കൂട്ടിവച്ചിരിക്കുന്ന കർമ്മങ്ങളുടെ, പാപകർമ്മങ്ങളുടെ പ്രതിഫലനങ്ങൾ അവര് തന്നെ അനുഭവിക്കാനുള്ള സമയമാണ് അവർക്കിപ്പോൾ. അതെന്ന് മാറുന്നുവോ അന്ന് അവർക്ക് ഭഗവത്ഗീതയും ശാസ്ത്രവും പഠിക്കാനുള്ള ആഗ്രഹവും ഉണ്ടാവുകയും ഭഗവാനാണ് പരമപുരുഷൻ എന്നുള്ള യാഥാർത്ഥ്യം അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. അതുവരെ പുനരഭിമരണം പുനരഭിജനനം. ബാക്കി എന്താ ശുക്രമാതാജി? പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനി ജഠരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അപ്പം ഗോവിന്ദനെ ഭജിക്കൂ, ഗോവിന്ദനെ ഭജിക്കൂ, മുരാരി മുകുന്ദനെ മോക്ഷപ്രദായകനെ ഭജിക്കൂ. നിങ്ങൾക്ക് ജനന മൃത്യു ജരാവാധികളുടെ ജന്മ മൃത്യു ജരാവ്യാധികളിൽ നിന്നും രക്ഷപ്പെടാം. പക്ഷേ ഇത് കേൾക്കാൻ നമുക്ക് തോന്നാത്തത് അവർക്ക് അതിനുള്ള സമയമായിട്ടില്ല. ഈ മെറ്റീരിയൽ വേൾഡ് വിത്ത് ഫുൾ ഓഫ് മിസറീസ്, ഈ ദുഃഖാലയത്തിൽ വീണ്ടും വന്നു പോകുവാനാണ് അവർക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അമേരിക്കയിൽ വെച്ചൊരു റിപ്പോർട്ടർ പ്രഭുമാതരടുത്ത് എപ്പോഴും പ്രഭുമാതരടുത്ത് ചോദിച്ചു, എപ്പോഴും അങ്ങ് ഇങ്ങനെ ദുഃഖാലയം 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 എന്ന് എപ്പോഴും എന്തുകൊണ്ട് പറയുന്നു? അപ്പം അദ്ദേഹം ഒരു ഗസ്റ്റിന്റെ വീട്ടിലായിരുന്നു, വലിയ കുലീനമായ ഒരു വീട്ടിലായിരുന്നു, ഡൈനിങ് ഹാളിൽ വെച്ചിട്ടായിരുന്നു ഈ ഇത് സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പം പ്രഭുപാദര് പറഞ്ഞ്, നമുക്ക് ഇതിനെപ്പറ്റി ടോയ്ലറ്റിലോട്ട് മാറിയിരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ റിപ്പോർട്ടർ ചോദിച്ചു, അത് വളരെ നിവൃത്തിയില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രദേശമല്ലേ, സ്ഥലമല്ലേ, നല്ല കാര്യങ്ങൾക്ക് ചെയ്യാൻ ഉള്ള ഇടമാണോ എന്ന് ചോദിച്ചപ്പോൾ പ്രഭുപാദര് പറഞ്ഞ്, അതേപോലെയാണ് ഈ ഭൗതിക ലോകവും. നമ്മൾ ഈ കാണുന്ന ടോയ്ലറ്റ് പോലെയാണ് ഈ ഭൗതിക ലോകവും. അതാണ് ആസ്വാദനം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് മിഥ്യയാണ് എന്ന് പ്രഭുപാദര് തിരിച്ച് മറുപടി പറഞ്ഞു. പ്രഭുപാദരുടെ എല്ലാം സ്പോണ്ടേനിയസ് ആൻസർ ആണ്. ഒന്നുകൂടെ പറയൂ ബ്രോ, ഞാൻ ഇവിടെ ഡിസ്കണക്ട് ആയിപ്പോയി. അമേരിക്കയിൽ വെച്ച് ഒരു ഗസ്റ്റിന്റെ വീട്ടിലായിരുന്നു പ്രഭുപാദര്. ഓക്കെ. അപ്പം ടോയ്ലറ്റിലോട്ട് മാറിയിരിക്കുക എന്ന് പറയുന്നവരെ കേട്ടു. ടോയ്ലറ്റ് അത്ര ബാക്കിയൊന്നും പറഞ്ഞില്ല. അപ്പം റിപ്പോർട്ടർ പറഞ്ഞു, അത് വളരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ, അതായത് അത്തരം കാര്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമല്ലേ ടോയ്ലറ്റ് എന്ന് പറഞ്ഞു. പ്രഭുപാദര് പറഞ്ഞു,
ടോയ്ലറ്റ് അതുപോലെ തന്നെയാണ് ഈ ഭൗതിക ലോകവും. അത് കുലീനമാണെന്നോ ആനന്ദദായകമാണെന്നോ എന്ന് വിചാരിക്കുന്നത് വളരെ മിഥ്യയാണ് എന്ന് പറഞ്ഞു. അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടിയിട്ടാണ് ഭക്തിയുത സേവനം. അവിടെ ഭഗവാന്റെ പാദങ്ങളിൽ വന്ന് ഭഗവാന്റെ പാദങ്ങളിൽ ശരണം പ്രാപിക്കുക എന്നുള്ളത് മാത്രമേ രക്ഷയുള്ളൂ. അതാണ് ശങ്കരാചാര്യര് പറഞ്ഞത്. ഇവിടെ മാധവേന്ദ്രപുരി ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനാണ്. ഞാൻ ക്ഷീര ചോര ഗോപാലനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ മാധവേന്ദ്രപുരിയെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഏറ്റവും വലിയ ഭക്തൻ. ആ ഭക്തൻ നമ്മളും അങ്ങനെയായിരിക്കും. ഓരോ തലങ്ങളിലോട്ട് പോകുമ്പോൾ ഒരു ഉദാഹരണമായിട്ട് വിവാഹ ജീവിതത്തിന് മുൻപും വിവാഹ ജീവിതത്തിന് ശേഷവും ഉള്ള സുഹൃത്ത് ബന്ധങ്ങൾ, വിവാഹ ജീവിതത്തിന് മുൻപുള്ള സുഹൃത്ത് ബന്ധങ്ങളെല്ലാം നമുക്കുണ്ടോ? ഇല്ല. വിവാഹ ജീവിതത്തിന് മുമ്പ് നമ്മൾ ചെയ്തിരുന്ന പ്രവർത്തികൾ, ആക്ടിവിറ്റീസ് ഇന്നും ഉണ്ടോ? ഇല്ല. തലങ്ങൾ മാറി. കാര്യം വിവാഹ ജീവിതം കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് മറ്റൊരു ജീവിതത്തിലേക്ക്, മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ വന്നു കഴിയുകയും മറ്റ് ഉത്തരവാദിത്തങ്ങളിലേക്ക്, മറ്റ് സേവനങ്ങളിലേക്ക് മാറുകയും ചെയ്യുമ്പോൾ ട്രഡീഷണലായി നമ്മൾ മുൻപ് ചെയ്തിരുന്ന പല കാര്യങ്ങളും ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. ഇതുപോലെയാണ് ഭക്തിയുത സേവനം. ഒരിക്കൽ ഭഗവാന്റെ അടുത്ത് വരുമ്പോഴത്തേന് അയ്യോ ഞാൻ 10 വർഷം മുമ്പ് അത് ചെയ്തുകൊണ്ടിരുന്നതല്ലേ, അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ദോഷമല്ലേ, പാപമല്ലേ എന്ന് നമ്മൾ ചിന്തിച്ച് പുറമോട്ട് പോകരുത്. അവരുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമ്മൾ ആരെയാണോ പൂജിച്ചിരുന്നത്, ആരെയാണോ ആരാധിച്ചിരുന്നത്, അവരുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമ്മൾ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമായ ഭഗവത് പ്രേമത്തിലേക്ക്, ശ്രീകൃഷ്ണ പരമാത്മാവിലേക്ക് നമ്മൾ വന്നത്. പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ സേവ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അവിടെയാണ് മാധവേന്ദ്രപുരി പറഞ്ഞത്, സന്ധ്യാവന്ദന ഭദ്രസ്തു ഭദ്രമസ്തു ഭവതോ സ്നാനതുഭ്യം നമോ ഓ ദേവാ പിതരച്ച തർപ്പണവിദോ നാഹം ക്ഷമക്ഷമ്യതാം യത്ര ക്വാപി നിഷദ്യ യാദവ കുലോത്തമസ്യ കംസദ്വിഷഃ സ്മാരം സ്മാരമഖം ഹരാമി തദലം മന്യേക്ക് മന്യേനമേ. അല്ലയോ ത്രിസന്ധ്യാ പ്രാർത്ഥനകളെ, നിനക്ക് മംഗളം, സ്നാനമേ നമസ്കാരം. ദേവന്മാരെ, പിതൃക്കളെ, നിങ്ങളെ ആദരിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല, ക്ഷമിക്കണം. ഇന്ന് ഞാൻ എവിടെയായിരുന്നാലും യദുവംശോത്തമനായ കംസവൈരിയെ മാത്രം ഓർക്കുന്നു. ആ സ്മരണ കൊണ്ട് തന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും എനിക്ക് മുക്തനാകാം. മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല. ഈ ചെറിയ ഒരു സ്മരണ കൊണ്ട് മാത്രമാണ് പ്രകൃതിയുടെ 3 ഗുണങ്ങളിൽപ്പെട്ട് അറിയാതെ പെട്ടുപോയ അജാമിളനെ മുക്തി കിട്ടാൻ സാധിച്ചെടുത്തത്. മനഃപൂർവമല്ല അജാമിളൻ ആ ഒരു തെറ്റ് പ്രവൃത്തിയിലേക്ക് മാറിപ്പോയത്. പ്രകൃതിയുടെ 3 ഗുണങ്ങളിൽപ്പെട്ട് ഏതോ ഒരു ദുർബലം നിമിഷത്തിൽ അറിയാതെ ആ ജീവിതത്തിലേക്ക് മാറി. അത് ഭഗവാൻ ഉൾക്കൊണ്ടു. കാര്യം അദ്ദേഹം ഭഗവാന്റെ വലിയൊരു ഭക്തനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മകന് അവസാനത്തെ ലാസ്റ്റ് ശ്വാസം എടുക്കുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തിന്റെ ചെറുമകനെ, ഇളയ മകനെ നാരായണ എന്ന് വിളിക്കാൻ അദ്ദേഹത്തിന് തോന്നി. ആ ഒരൊറ്റ വാക്കുകൊണ്ട് തന്നെ ഭഗവാൻ അദ്ദേഹത്തിന് മോക്ഷവും കൊടുത്തു. ഇത് തന്നെയാണ് ശ്രീമദ് മഹാഭാഗവതത്തില് അംബരീഷ മഹാരാജാവ് പറയുന്നത്. സവൈ മന കൃഷ്ണ പദാരവിന്ദയോ സവൈ മന കൃഷ്ണ പദാരവിന്ദയോ വചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനെ കരോ കരേർ മന്ദിരമാർജനാദിഷു ശ്രുതിം ജകാരാച്യുത സത്കഥോദയ.
സവൈമന കൃഷ്ണ പദാരവിന്ദയോർ വചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനെ കരോഹരേർ മന്ദിരമാർജിനാദിഷു സുദിഞ്ചകാരാച്യുത സത്കഥോതയേ മുകുന്ദലിംഗാലയ ദർശനേ ദൃശൗ തത്ഭൃത്യഗാത്രാ സ്പർശേ അംഗസംഗമം മുകുന്ദലിംഗാലയ ദർശനേ ദൃശൗ തത്ഭൃത്യഗാത്രാ സ്പർശേ അംഗസംഗമം ഘ്രാണഞ്ച തത്പാദ സരോജ സൗരഭേ ശ്രീമത്തുളസ്യാം രസനാം ദദാത്പിതേ ഘ്രാണഞ്ച തത്പാദ സരോജ സൗരഭേ ശ്രീമത്തുളസ്യാം രസനാം ദദാത്പിതേ പാദോ ഹരേ ക്ഷേത്രപദാനുസ്പർശനേ ശിരോ ഹൃഷീകേശപദാഭിവന്ദനേ കാമം ച ദാസ്യാനുതു കാമകാമയാ യഥോത്തമ ശ്ലോകജനാശ്രയാ ഹൃദി കാമം ച ദാസയാനതു കാമകാമയാ യഥോത്തമ ശ്ലോകജനാശ്രയാ ഹൃദി. സുശീം പ്രഭു, മലയാളം അർത്ഥം. പ്രഭു മലയാളം അർത്ഥം വിവർത്തനം. ഏത് ശ്ലോകമാണ് പ്രഭു പറഞ്ഞു? 4ാമത്തെ ചാപ്റ്ററിൽ 18ാമത്തെ ശ്ലോകം, 9ാമത്തെ സ്കന്ധം. ഞാനതാ 9ാം സ്കന്ധം. ഓക്കെ അത് പറഞ്ഞില്ലല്ലോ. ഓക്കെ, കട്ടായി പോണു ഞാൻ ഇടയ്ക്കിടയ്ക്ക്, അതാണ്. 4ാമത്തെ ഞാൻ പറഞ്ഞില്ല, 4ാമത്തെ അധ്യായം 18ാമത്തെ ശ്ലോകം. സവൈമന കൃഷ്ണ പദാരവിന്ദയോർ വചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനേ കരോഹരേർ മന്ദിരമാർജനാദിഷു ശ്രുതിം ചകാരാച്യുത സത്കഥോതയേ മുകുന്ദ ലിംഗാലയ ദർശനേ ദൃശു. എടുത്തോ 18ാമത്തെ ശ്ലോകം വിവർത്തനം. അംബരീഷ മഹാരാജാവാണെങ്കിലും യുധിഷ്ഠിര മഹാരാജാവാണെങ്കിലും 18 ധ്രുവ മഹാരാജാവാണെങ്കിലും എല്ലാവരും ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ചിട്ടാണ് അവരുടെ ഭരണ നൈപുണ്യങ്ങള് അല്ലെങ്കിൽ ദൈനംദിന ജീവിത പ്രവർത്തികള്. വിവർത്തനമാണ് വായിക്കേണ്ടത്. അതെ, വിവർത്തനം. വിവർത്തനം. അംബരീഷ മഹാരാജാവിന്റെ മനസ്സ് എല്ലായ്പ്പോഴും കൃഷ്ണന്റെ പങ്കജങ്ങളെ ധ്യാനിക്കുന്നതിലും അദ്ദേഹത്തിന്റെ വാക്കുകൾ എല്ലായ്പ്പോഴും ഭഗവാന്റെ മഹിമകൾ വർണ്ണിക്കുന്നതിലും കരങ്ങൾ ഭഗവാന്റെ ക്ഷേത്രം ശുചിയാക്കുന്നതിലും കാതുകൾ കൃഷ്ണനാൽ പറയപ്പെട്ടതും കൃഷ്ണനെ കുറിച്ച് പറയപ്പെട്ടതുമായ വാക്കുകൾ ശ്രവിക്കുന്നതിലും മുഴുകി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ കൃഷ്ണന്റെ വിഗ്രഹവും കൃഷ്ണന്റെ ക്ഷേത്രങ്ങളും മധുരയും വൃന്ദാവനവും പോലുള്ള കൃഷ്ണന്റെ സ്ഥലങ്ങളും കാണുന്നതിൽ മുഴുകി. അദ്ദേഹം തന്റെ സ്പർശേന്ദ്രിയത്തെ ഭഗവാന്റെ ഭക്തന്മാരുടെ ശരീരങ്ങൾ സ്പർശിക്കുന്നതിലും ഘ്രാണേന്ദ്രിയത്തെ ഭഗവാന് സമർപ്പിച്ച തുളസീദളങ്ങളുടെ സൗരഭ്യം ശ്വസിക്കുന്നതിലും നാവിനെ ഭഗവാന്റെ പ്രസാദം രുചിക്കുന്നതിലും വ്യാപൃതമാക്കി. അദ്ദേഹം തന്റെ പാദങ്ങളെ പുണ്യസ്ഥലങ്ങളിലേക്കും ഭഗവാന്റെ ക്ഷേത്രങ്ങളിലേക്കും നടക്കുന്നതിലും ശിരസിനെ ഭഗവാനെ താണു വണങ്ങുന്നതിലും ഒരു ദിവസത്തിന്റെ 24 മണിക്കൂറും തന്റെ ആഗ്രഹങ്ങളെ ഭഗവാനെ സേവിക്കുന്നതിലും മുഴുകിച്ചു. തീർച്ചയായും അംബരീഷ മഹാരാജാവ് സ്വന്തം ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി ഒന്നും ആഗ്രഹിച്ചില്ല. അദ്ദേഹം തന്റെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഭഗവാന് വേണ്ടി ഭഗവാനുമായി ബന്ധപ്പെട്ട വിവിധ ഭക്തിവിധ സേവനങ്ങളിൽ ഏർപ്പെടുത്തി. ഭഗവാനോടുള്ള ആസക്തി വർദ്ധിപ്പിക്കുന്നതിനും എല്ലാ ഭൗതിക അഭിലാഷങ്ങളിൽ നിന്ന് പൂർണ്ണമായി മുക്തനാവുന്നതിനുള്ള വഴി ഇതാണ്. ഹരേ കൃഷ്ണ. എന്താ മനസ്സിലാക്കിയത്? വളരെ വ്യക്തമാണ്. എല്ലാ പ്രവൃത്തികളും ഏത് ചെയ്യുന്നതിനും അംബരീഷ മഹാരാജാവ് ഓരോ അംഗങ്ങളും എടുത്തെടുത്ത് ഭഗവാനോട് പറയുകയാണ്, എല്ലാം അങ്ങേക്ക് വേണ്ടി സേവനം എടുക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് ഉപയോഗപ്പെടുത്തണമേ, അങ്ങനെ ഒരു സാഹചര്യം എനിക്ക് തരയണമേ. ഇതുപോലെ ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ. ഒരിക്കൽ പോലും നമ്മുടെ ഭൗതികമായ താല്പര്യത്തിന് വേണ്ടിയിട്ടായിരിക്കരുത് നമ്മുടെ പ്രാർത്ഥനകൾ. ഇത് തന്നെയാണ് ആ സ്കന്ധം, എനിക്ക് ഓർമ്മ വരുന്നില്ല, 11ാമത്തെ സ്കന്ധമാണോ എന്ന് തോന്നുന്നു. ആ ശ്ലോകം ഇവിടെ പറയുന്നത്,
ദേവർഷി ഭൂതാപ്ത നൃണാം പിതൃണാം ന കിങ്കരോ നായ മൃണീചരാജൻ സർവാത്മനായ ശരണം ശരണ്യം ഗതോ മുകുന്ദം പരിഹത്യകർത്തം. ദേവർഷി ഭൂതാപ്ത നൃണാം പിതൃണാം ന കിങ്കരോ നായ മൃണീചരാജൻ സർവാത്മനായ ശരണം ശരണ്യം ഗതോ മുകുന്ദം പരിഹത്യകർത്തം. അതിന്റെ അർത്ഥം വരുന്നത്, ഇത് നാരദ സംവാദമാണ്. നാരദ വസുദേവ സംവാദം. അല്ലയോ രാജാവേ, കർത്തവ്യങ്ങളെല്ലാം ത്യജിച്ച് മുക്തിദാതാവായ മുകുന്ദന്റെ ചരണകമലങ്ങളിൽ അഭയം തേടിയവർക്ക് ദേവന്മാരാടോ ആകട്ടെ, ഋഷികൾ, ജീവജാലങ്ങൾ, കുടുംബാംഗങ്ങൾ, പിതൃക്കൾ, മനുഷ്യർ എന്നിവരോടാകട്ടെ യാതൊരു കടപ്പാടുമില്ല. അത്തരം ജീവസത്തകളെല്ലാം ഭഗവത് അംശങ്ങളാകയാൽ എല്ലാ ബാധ്യതകളും പരമദിവ്യോത്തമ പുരുഷനോടുള്ള ഭക്തിയുത സേവനത്താൽ സ്വയം ഏവ നിറവേറ്റപ്പെടും. ഒരാളോടും അനാവശ്യമായ ഒബ്ലിഗേഷൻസ്, ബാധ്യതകൾ ഒരിക്കൽ ഭഗവാനിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് കാര്യം. അവർ പല ധർമ്മങ്ങളും വന്ന് പറയും, നീ അത് ചെയ്യണം, ഇത് ചെയ്യണം. നാട്ടിൽ വലിയ പ്രയാസമാണ്. എന്തെങ്കിലും ചടങ്ങുകളോ വിശേഷങ്ങളോ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഓപ്പറേഷൻസും മൊത്തം അവരാണ്. നമ്മൾ ചെയ്തു കൊടുത്താൽ മാത്രം മതി, സാമ്പത്തികം മാത്രം കൊടുത്താൽ മതി. അപ്പം അങ്ങനെയുള്ള ഒബ്ലിഗേഷൻസ് ഒന്നും വേണ്ട, ഭഗവത് സമർപ്പിതമായുള്ള ചടങ്ങുകൾ മാത്രം ചെയ്താൽ മതി എന്ന് ഇവിടെ വീണ്ടും നാരദ മഹർഷി സൂചിപ്പിക്കുന്നു. പലരും സംഭവിച്ചിട്ടുണ്ട്, ഇവിടെ ഹരേ കൃഷ്ണയിൽ ആക്റ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ എല്ലാ സത്സംഗങ്ങളിലും പോയിരിക്കാം. പക്ഷെ നാട്ടിൽ ചെല്ലുമ്പോഴാകട്ടെ നേരെ പ്ലേറ്റ് മാറും. പല ചടങ്ങുകളും പിന്നെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും താല്പര്യാർത്ഥം മാറ്റിമറിക്കേണ്ടി വരും. ഇവിടെ വരുമ്പം വീണ്ടും പഴയതുപോലാവും. അത് പ്രഭു അത് നാട്ടിൽ പോകുമ്പം അവിടെ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ചെയ്യേണ്ടി വന്നു, ആരും സഹകരിക്കത്തില്ലെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താണ്? ഈ ബന്ധുക്കൾക്ക് വേണ്ടിയിട്ടാണോ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത്? അഥവാ ഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണോ? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു വിവാഹം, ആ വിവാഹം ചടങ്ങില് മകന്റെ ആണെങ്കിലോ മകളുടെ ആണെങ്കിലോ വിവാഹത്തിന് നമ്മൾ ആദ്യം ഈ വിവാഹമെല്ലാം ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടാണ്. എന്റെ മകന് നല്ലൊരു വിവാഹം കിട്ടണമേ, നല്ലൊരു പുത്രിയെ കിട്ടണമേ, നല്ലൊരു ഭാര്യയെ കിട്ടണമേ, അല്ലെങ്കിൽ എന്റെ മകൾക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടണമേ എന്നൊക്കെ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ച് നല്ലൊരു വിവാഹ ബന്ധമൊക്കെ ഉണ്ടായി. വിവാഹം ഡേറ്റൊക്കെ തീരുമാനിച്ച് കഴിയുമ്പോഴാണ് പിന്നെ എല്ലാവരും ഭഗവാനെ മറക്കുന്നത്. സദ്യവട്ടങ്ങൾ ആലോചിക്കുക, ബന്ധുക്കളുടെ സജഷൻസ്, സുഹൃത്തുക്കളുടെ സജഷൻസ്, അതില്ലെങ്കിൽ ഞാൻ വരില്ല, ഈ ഐറ്റങ്ങളൊക്കെ വേണം. അതുവരെ ഭഗവാനെ വിചാരിച്ചിരുന്ന നമ്മള് പിന്നീട് ഭഗവാനെ മറന്നു കഴിഞ്ഞു. അങ്ങനെ ഭഗവാനെ മറന്നുകൊണ്ടുള്ള സൽക്കാരങ്ങളുമൊക്കെ ആയി മധുവിധു കാലങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ചെറിയ ചെറിയ പ്രയാസങ്ങൾ വരുമ്പോൾ വീണ്ടും നമ്മൾ ഭഗവാനെ വിളിച്ചു തുടങ്ങും. ഇത്രയും കാലം നമ്മൾ ഭഗവാനെ മറന്നു. അപ്പം അത്തരം ഒരു ജീവിതമല്ല നമുക്ക് വേണ്ടത്. ഭക്തിയുത സേവനത്തിലൂടെയുള്ള ജീവിതമാണ് നമുക്ക് വേണ്ടത് എന്ന് അംബരീഷ മഹാരാജാവാണെങ്കിലും മാധവേന്ദ്രപുരി ആണെങ്കിലും ഭഗവാൻ തന്നെ ആണെങ്കിലും നമുക്ക് പറഞ്ഞു തരുന്നു എന്നതാണ് ഈ ശ്ലോകത്തിലൂടെ നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഇതിനെപ്പറ്റി പറയാനുണ്ടോ? സുശീം പ്രഭുവിന് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ. ഇല്ല പ്രഭു, ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാനത് പ്രിപ്പയർഡ് ആയിരുന്നു. അത് ഇപ്പൊ ഞാൻ അതൊക്കെ മറന്നുപോയി.
ഒരാഴ്ച പോയി. സത്സംഗങ്ങൾ വിടുന്നതിന്റെ ഉള്ള ദോഷമാണല്ലേ? അസോസിയേഷൻ അതെ, വളരെ സത്സംഗങ്ങൾ നമ്മൾ ബ്രേക്ക് ചെയ്യരുതെന്നാണ് എന്റെ അഭിപ്രായം. സന്തോഷത്തോടെ ഞാനത് ഫങ്ഷൻസ് ഒക്കെ എന്ത് വന്നാലും. അതെ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇതൊക്കെ കുറച്ച് ഇതുമായിട്ട് ബന്ധം അല്ലെങ്കിലും പ്രഭാഷണമൊക്കെ കേട്ട് റെഡിയായിരുന്നു. അവസാന നിമിഷമല്ലേ പ്രഭു ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ടെക്നിക്കൽ എറർ. ഈ ശനിയാഴ്ച വൈകുന്നേരം ഇതിനായിട്ടാണ്. ഹരേ കൃഷ്ണ. അപ്പം അതിന്റെ ഏതെങ്കിലും ഒക്കെ ഓർമ്മകൾ കാണുമല്ലോ. ഞാനത് ഓർക്കാൻ നോക്കണം. ഞാൻ ഓർമ്മിക്കാൻ നോക്കൂ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച നല്ലൊരു ചടങ്ങിലൂടെയാണ് കടന്നുപോയത്. അത് മാത്രമല്ല, ഇപ്പൊ ഉണ്ടാകുന്ന പല വിഷയങ്ങളും എന്റെ സഹോദരിയാണ് ഇപ്പൊ കയറി വരുന്നത് കേട്ടോ. ഇപ്പൊ ഉണ്ടാകുന്ന പല വിഷയങ്ങളും ഏകദേശം നമുക്ക് അനുകൂലമായിട്ടാണ് വന്നത്. ഇത് ഔദ്യോഗികമായിട്ട് ഇന്ത്യയുടെ പരമോന്നത കോടതി ക്ഷേത്രങ്ങളിലെ വിഗ്രഹത്തെ ഒരു പുരുഷനായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു. ഒരു ജീവന്റെ പ്രതീകമായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് പുരി ജഗന്നാഥ രഥയാത്ര പരമോന്നത കോടതിയുടെ അനുവാദത്തോടുകൂടി നടന്നത്. റെസ്ട്രിക്റ്റഡ് സാഹചര്യത്തിലാണെങ്കിലും അത് ആ പുരി രഥയാത്ര അല്ലെങ്കിൽ ജഗന്നാഥന് കോടതി ഓർമ്മിപ്പിച്ചത്, കോടതിയുടെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ഈ പ്രാവശ്യം ജഗന്നാഥന് പുറത്തോട്ട് എഴുന്നള്ളാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ 1 വർഷം വരെ ജഗന്നാഥന് കാത്തിരിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ആ വിഗ്രഹത്തെ ഭഗവാന്റെ പ്രതിപുരുഷനായിട്ട്, ഭഗവാനായിട്ട് പരമോന്നത കോടതി അംഗീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രഭു റെഡിയായോ പറയാൻ? ജഗന്നാഥ രഥയാത്രയെ കുറിച്ച് ജഗന്നാഥ അഷ്ടകം ഇന്ന് ശില്പമാതാജി പാടും. ഹരേ കൃഷ്ണ പ്രഭു. ഞങ്ങക്ക് ആ ഭാഗ്യം ഉണ്ടായി ആ കേസിൽ ഉണ്ടാവാനായിട്ട്. സോ ഞങ്ങളും പാർട്ട് ഓഫ് ദാറ്റ് കേസ് ആണ്. അത് പറഞ്ഞിരുന്നു, കോടതി സൂചിപ്പിച്ചിരുന്നു ആരൊക്കെയാണ് പാർട്ടായത്. അതെ. ആൻഡ് ഓൾസോ നമ്മളെല്ലാം പാലിച്ചിട്ടാണ് അത് ചെയ്തത്. ബിക്കോസ് ഇതിൽ ഇൻവോൾവ് ചെയ്ത എല്ലാവരും, കാർപ്പൻറ്റേഴ്സ് ആയാലും പുജാരീസ് ആയാലും എല്ലാവരും 1 മാസത്തെ വ്രതം എടുത്ത് ക്വാറന്റൈനിൽ നിന്ന് ഒക്കെയാണ് അവര് ഇതിൽ പങ്കെടുത്തിരിക്കുന്നത്. സോ എല്ലാവരും കോവിഡ് ഫ്രീയും ഒക്കെ എല്ലാം ടെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് അതിൽ പങ്കെടുത്ത ആൾക്കാര്. ആൻഡ് ദേ മെയിൻറ്റെയിൻ ദാറ്റ് ഡിസിപ്ലിൻ ഓൾ ത്രൂ ദ രഥയാത്ര. പ്രഭു പറഞ്ഞ പോലെ തന്നെ 1 വർഷം രഥയാത്ര ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ 12 വർഷം വെയിറ്റ് ചെയ്യണം ഒരു രഥയാത്ര ചെയ്യണമെങ്കിൽ. സോ ഇറ്റ് വാസ് എ റിയലി ഗ്രേറ്റ് തിങ് ആക്ച്വലി. ഐ മീൻ നമുക്ക് സുപ്രീം കോടതി അത് മനസ്സിലാക്കി നമുക്ക് അങ്ങനത്തെ ഒരു വിധി കൊണ്ടുവന്നത് നന്നായി. എന്തായാലും ഞാൻ ആക്ച്വലി എനിക്ക് ജഗന്നാഥ അഷ്ടകം ആദ്യമായിട്ടാണ് ഞാൻ പാടുന്നത്. ഐ ജസ്റ്റ് ട്രൈ. कदाचित् कलिन्दी तत विपिन संगीत करावो मुदाभिरीनारी वदन कमलास्वाद मधुपाह रमाशो शंभु ब्रह्ममर पति गणेश चरित पाडो जगन्नाथ स्वामी नयन पदगामी भवतु मे भुजे सव्ये वेणुं शिरसि शिखि पुच्छं कथितते दुकूलं नितान्ते सहचर कटाक्षं विधाते सदा श्रीमद्वृन्दावन वसति लीला परिचयो जगन्नाथ स्वामी नयन पदगामी भवतु मे महाबोधिस्थिरे कनकरुचिरे नीलशिखरे
वसान् प्रसादान्त सहज बलभद्रेण बलिन शुभद्र मध्ये स्था सकल सुर सेवा सरदो जगन्नाथ स्वामी नयन पदकामी भवातु मे कृपा पारवार सजल जलद श्रेणी रुचिरो रमावाणी रमा स्फुरदमल पंकेरुहमुख सुरेन्द्रैराराधै श्रुतिगणशिखा गीताचरितो जगन्नाथ स्वामी नयन पदगामी भवातु मे रथारूढो गच्छन् पतिमिलित भूदेव पलाते स्तुति पराभिभवं प्रतिपदमुपाकर्यन् सदाय दया सिन्धुर्बन्धु सकल गतां सिन्धु सुताय जगन्नाथ स्वामी नयन पदगामी भवातु मे न वैयचे राज्यं कनक माणिक्य विभवम् न यचेहं रम्यं सकल जनकाम्यं वरवधुं सदा काले काले प्रमथपतिना गीतचरितो जगन्नाथ स्वामी नयन पदगामी भवातु मे हरा त्वं संसारं द्रुततरं माशरं सुरपते हर त्वं पापनं विततिम् अपारं यादवेपते अहो दिनेनाथे निहित चरणो निश्चितम् इदम् जगन्नाथ स्वामी नयन पदगामी भवातु मे हरे कृष्ण ഹരേ കൃഷ്ണ. ജഗന്നാഥന്റെ പുരി രഥയാത്രയ്ക്ക് മുമ്പായിട്ട് വളരെ വളരെ പ്രസിദ്ധമാണ് ജഗന്നാഥന്റെ ആ കഥ. അടുത്ത ആഴ്ച നമുക്ക് പറയാം. നല്ല രസമാണ്. അതായത് ഈ രഥയാത്രയ്ക്ക് മുമ്പായിട്ട് 14 ദിവസം ജഗന്നാഥൻ ക്വാറന്റൈനിലായിരിക്കും. അതറിയാമോ? അത് അന്ന് ഈ 14 ദിവസം കഞ്ഞി മാത്രമായിരിക്കും ജഗന്നാഥൻ കുടിക്കുന്നത്. അപ്പൊ അതിന് മുമ്പ് ഈ സ്നാനയാത്രയുണ്ട്. ഈ സ്നാനയാത്ര ഒരു ദിവസമേ ഉള്ളൂ കേട്ടോ. ഇത് കഴിഞ്ഞാൽ പിന്നെ പിറ്റേന്ന് അടയ്ക്കുകയാണ്. അതാണ് പിന്നെ ക്വാറന്റൈനിലാവുന്നത്. ഈ സ്നാനം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ സ്നാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അതിന്റെ വിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഭഗവാനെ ക്ഷേത്രത്തിനകത്ത് പോയി കാണുകയില്ല. നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ജഗന്നാഥനും ബലരാമനും സുഭദ്രാമയും പുറത്തോട്ട് വരികയാണ്. അങ്ങനെ പുറത്തോട്ട് വന്നിട്ട് നമ്മളെ കാണുകയാണ്. നമുക്ക് ദർശനം അങ്ങനെ തരികയാണ്. നമുക്ക് വളരെ സുഖമായിട്ട്, എത്ര തിരക്കുണ്ടെങ്കിലും നമുക്ക് സുഖമായിട്ട് ജഗന്നാഥനെ അങ്ങനെ ദർശനം എടുത്ത് നമുക്ക് പോകാൻ പറ്റും. ആ സമയത്ത് അവിടെ പോയി കഴിഞ്ഞാൽ രഥം ഉണ്ടാക്കുന്നതെല്ലാം നമുക്ക് കാണാൻ പറ്റും. പുറത്തിങ്ങനെ രഥം ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും അവിടുത്തെ ഭക്തജനങ്ങൾ. അവിടുത്തെ പ്രത്യേകത അറിയാമല്ലോ. അടുപ്പുകൾ ഇങ്ങനെ നിരത്തി വെർട്ടിക്കലായിട്ടായിരിക്കും വെച്ചിരിക്കുന്നത്. മൺകലങ്ങളിലായിരിക്കും അടുപ്പ് വെച്ചിരിക്കുന്നത്. അതിന്റെ നമ്പർ ഓഫ് എനിക്ക് കൗണ്ടിങ് ഓർമ്മ വരുന്നില്ല. പക്ഷേ ഇതെല്ലാം ഒരേ സമയം തന്നെ ആയിരിക്കും വെന്ത് കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരേ സമയം, അതുപോലെ തന്നെ എത്ര ജനങ്ങൾ വന്നു കഴിഞ്ഞാലും ഇതിനുള്ളിലെ പ്രസാദം എല്ലാവർക്കും കൊടുത്ത് തീരും, കൊടുത്ത് സംതൃപ്തമാക്കാൻ സാധിക്കും ഇഷ്ടം പോലെ. ഈ സ്നാനയാത്രയ്ക്ക് 2 വർഷം മുമ്പ് ഞങ്ങൾ അവിടെ പോയിരുന്നു. അപ്പം ജഗന്നാഥന് വരുന്ന ഒരു എഴുന്നള്ളത്തുണ്ട്. ഒരു ഗജഗാംഭീര്യത്തോടു കൂടിയാണ് ജഗന്നാഥൻ വൈകിട്ട് വരുന്നത്. നല്ല രസമാണ്. അപ്പം തൊട്ടടുത്ത് നിന്ന് ഇരിക്കാനുള്ള ഭാഗ്യം കിട്ടി. ഭഗവാൻ അങ്ങനെ ഒരു അനുഗ്രഹം തന്നു, ഒരു അനുകമ്പ തന്നു. അപ്പൊ ഈ ചക്കപ്പഴമൊക്കെ കൊടുക്കും കേട്ടോ ജഗന്നാഥൻ ആ സമയം. ചക്കപ്പഴങ്ങളെല്ലാം കൊടുക്കും, ചക്കപ്പഴം അങ്ങനെ എല്ലാ ഫ്രൂട്ട്സ് കൊടുക്കും. ഇതൊക്കെ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് കിട്ടാൻ ഒരു ഭാഗ്യം കിട്ടി. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്കത് കഴിക്കാനൊക്കെ സാധിച്ചു ജഗന്നാഥനെ കണ്ടുകൊണ്ട്. ഓരോന്നും ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോഴത്തേനും ഓഫർ ചെയ്യും. അത് വെച്ചിട്ട് കൊണ്ടുപോകത്തുന്നില്ല, അവിടെ ഉള്ള ആൾക്കാർക്ക് തന്നെ കൊടുക്കും ആ സമയത്ത് തന്നെ.
അപ്പം അത് ഡയറക്റ്റ് നമ്മുടെ കൈകളിലേക്ക് കിട്ടിയൊക്കെ ഉള്ള ഒരു അനുകമ്പ, ഒരു ഭാഗ്യം, അങ്ങനെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അങ്ങനെ ഒരു അനുകമ്പ, ഒരു ഭാഗ്യം. അല്ല, നമ്മൾ തോന്നിവാസങ്ങളിലൂടെയാണല്ലോ പോകുന്നത്. അങ്ങനെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് ജഗന്നാഥൻ വിചാരിച്ചിട്ടുണ്ടാവും. അല്ലാതെ നമ്മൾ വലിയ ആളായിട്ടല്ല. ആ ഒരു അനുകമ്പ ഭഗവാൻ തന്നെയാണ്. അത്രയും അനുകമ്പയാണ് ഭഗവാനുള്ളത്, ജഗന്നാഥനുള്ളത്. അത് കഴിഞ്ഞിട്ട് അപ്പം പനിച്ചുപോയി ജഗന്നാഥൻ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ സ്നാനം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതാണ്. അങ്ങനെ പനിച്ചുപോയി. പനിച്ചു പോയിട്ട് 2 ആഴ്ചത്തേക്ക് ജഗന്നാഥനെ ക്വാറന്റൈൻ ചെയ്യും. ആർക്കും ദർശനമില്ല, കഞ്ഞി മാത്രമായിരിക്കും കൊടുക്കുന്നത്. പിന്നെ രഥയാത്രയ്ക്കാണ് പുറത്തോട്ട് വരുന്നത്. ഇത് ഭയങ്കര രസമാണ്. അപ്പം നമ്മള് വീണ്ടും അപ്പം അത് പറയുന്നത്, അതുകൊണ്ട് ചൈതന്യ ചരിതാമൃതത്തില് ചൈതന്യ മഹാപ്രഭു പറയുന്നത് ശ്രീ രൂപ രഘുനാഥ പദയ സരസ, ശ്രീ രൂപ രഘുനാഥ പദയ രസ, ചൈതന്യ ചരിതാമൃത കാഹേ കൃഷ്ണദാസ, ശ്രീ രൂപ രഘുനാഥ പദയ രസ, ചൈതന്യ ചരിതാമൃത കാഹേ കൃഷ്ണദാസ. അപ്പം രഘുനാഥസ്വാമി നമ്മൾ സാധാരണ ധ്യാന ശ്ലോകത്തിൽ പറയാറുണ്ട് 6 ഗോസ്വാമിമാരെ കുറിച്ച്. അവരുടെ ചരണാമൃതങ്ങൾ പിന്തുടർന്ന് എനിക്ക് ഭക്തിയുത സേവനത്തിലേക്ക് ഏർപ്പെടാൻ കഴിയണമേ എന്ന് ചൈതന്യ മഹാപ്രഭു പറയുമ്പോൾ അത് തന്നെയാണ് ശീലപ്രഭുപാദരും ചെയ്തത്. ശീലപ്രഭുപാദര് വൃന്ദാവനത്തില് രൂപഗോസ്വാമിയെ നോക്കിയിരുന്നിട്ടാണ് ഭാഗവതം മൊത്തവും എഴുതിയത്. അദ്ദേഹത്തിന്റെ പല തർജ്ജമകളും ചെയ്യുന്നത് രൂപഗോസ്വാമിയെ നോക്കിയിട്ടാണ്. അത് തന്നെയായിരിക്കണം നമ്മുടെ ജീവിതത്തിലും. ആചാര്യന്മാരുടെ കാൽപ്പാടുകൾ നമ്മൾ പിന്തുടരണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നു. നമ്മൾ വീണ്ടും ജഗന്നാഥന്റെ അനുഗ്രഹത്തിനായിട്ട് നമ്മൾ പുരിയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഹരേ കൃഷ്ണ. ഞാൻ കുറച്ച് ഫോർവേഡ് ചെയ്യും, കാര്യം അഷ്ടകം ആൾറെഡി ശില്പമാതാജി പാടി. പിന്നെ 9 മിനിറ്റ് ഉണ്ട് എടുക്കും. അതുകൊണ്ട് സ്ക്രീൻ ഷെയർ ചെയ്തു. Rama Shambhu Brahma
पान के रोह मुख सुरेंद्र आराध्य श्रुति गणशिख गीत चरितो जगन्नाथ स्वामी नयन पथगामी भवतु मे जगन्नाथ स्वामी नयन
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അങ്ങനെ നമുക്ക് ജഗന്നാഥനെ കാണാനും ജഗന്നാഥന്റെ അഭിഷേകം, ശരിക്കും പുരിയിലുള്ള ജഗന്നാഥന്റെ അഭിഷേകമാണ് നമ്മൾ ലാസ്റ്റിൽ കണ്ടത്. ഭഗവാൻ പുറത്തോട്ട് വന്നിട്ട് ഇങ്ങനൊരു അഭിഷേകം നടക്കുന്നു. ഈ അഭിഷേകം നടക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ദർശനം നടന്ന് പോകാം. ഈ സ്നാന യാത്രയ്ക്ക് പോകണം, അവിടെ സ്നാനയാത്രയ്ക്ക് ഒരിക്കലെങ്കിലും പോകണം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ആക്ഷേപങ്ങൾ, അഭിപ്രായങ്ങൾ ഇന്നത്തെ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കാം? ആരാ തുടങ്ങുന്നത്? സുശീം പ്രഭുവാണോ ജയപ്രകാശ് പ്രഭുവാണോ ആദ്യം തുടങ്ങുന്നത്? ഹരേ കൃഷ്ണ. ജ്ഞാനമുള്ളവർ തുടങ്ങട്ടെ ആദ്യം. എന്തോ? അതിലെ ജ്ഞാനമുള്ളവർ തുടങ്ങട്ടെ എന്ന്. അത് ഞാൻ പറഞ്ഞത്. ജയപ്രകാശ് പ്രഭുവാണോ സുശീം പ്രഭുവാണോ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഞാൻ ചോദിച്ചത്. രാജീവ് പ്രഭുവിന് എന്തോ ഉണ്ട്, നോക്കി ചിരിച്ചു. സുശീൻ പ്രഭു തന്നെ തുടങ്ങിക്കോട്ടെ.